ദേശീയതലത്തിൽ നാഷണൽ ഹെറാൾഡ് കേസാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇഡിക്കെതിരെ രാജ്യവ്യാപക സമരം അവർ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ വിചാരണ കോടതി നടപടികൾക്കെതിരെ മേൽക്കോടതികളിലേക്ക് കോൺഗ്രസ് പോകാത്തത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകരൊക്കെ കോൺഗ്രസ് പാർട്ടിയിലുള്ളതെന്ന് നമുക്കറിയാം. എന്നിട്ട് എന്തുകൊണ്ട് അവർ മേൽക്കോടതികളിലേക്ക് പോകുന്നില്ല എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. തുടർ സമര നടപടികൾ ആസൂത്രണം ചെയ്യാൻ ഇന്ന് AICC സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട്. ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന്. ഏതായാലും നമുക്ക് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. റഷീദ്, രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ ഇഡിക്കെതിരെ രാജ്യവ്യാപക സമരം ചെയ്യുമ്പോഴും രാഷ്ട്രീയമായി നേരിടുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് നിയമ നടപടികളെ, ഇഡിയുടെ നടപടികളെ നിയമപരമായി മേൽക്കോടതികളിൽ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് സമീപിക്കുന്നത്? മറ്റൊന്ന്, ഇന്നിപ്പോൾ AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ചേരുകയാണല്ലോ. ഇപ്പോൾ 25-ാം തീയതിയാണല്ലോ തുടർ നിയമ നടപടികൾ കോടതിയിൽ ആരംഭിക്കുക. അന്നേ ദിവസം സമരം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളാണോ ഇന്നത്തെ യോഗത്തിൽ ആലോചനയിൽ വരിക? തീർച്ചയായും മനു, നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയുമുള്ള ഈ കേസിൽ മേൽക്കോടതികളെ സമീപിക്കുന്നില്ല എന്നുള്ളൊരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വിചാരണ കോടതിയിൽ മാത്രം നിയമപരമായി ഇതിനെ നേരിടാം എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത്. അതേസമയം നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മേൽക്കോടതികളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഹർജികളോ അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളോ സമർപ്പിക്കുന്നില്ല എന്നുള്ള തരത്തിലൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭിന്നിപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ദേശീയ നേതാക്കളും അതോടൊപ്പം സംസ്ഥാന നേതാക്കളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലേക്കും കടക്കുന്നില്ല. ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ആഘാതം സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇതൊരു രാഷ്ട്രീയ പോര് എന്ന നിലയ്ക്ക് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മേൽക്കോടതികൾ സമീപിക്കുന്നില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ നീക്കം അത് വലിയ രാഷ്ട്രീയ പോരിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അത്തരത്തിൽ ബന്ധമുണ്ട്. അത് അത് സമ്മതിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മേൽക്കോടതികളെ സമീപിക്കാതെ ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം BJP ഒക്കെ തന്നെയും ആരോപിക്കുന്നത്. നമ്മളും പ്രധാനമായും അത്തരത്തിലുള്ള ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ദില്ലിയിൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു ചേർത്തിട്ടുള്ള യോഗം ഇന്ന് ചേരും. 4 മണിക്ക് ദില്ലിയിലെ ഇന്ദിരാഭവനിൽ വെച്ചാണ് യോഗം ആരംഭിക്കുന്നത്. പ്രധാനമായും AICC ജനറൽ സെക്രട്ടറിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നതെങ്കിൽ പോലും ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ചയാവും. ഇതിൽ പ്രത്യേകം സജീവമായ ചർച്ചയുണ്ടാകും. അതോടൊപ്പം രാജ്യവ്യാപകമായി നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുള്ളതും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ കേസ് 25-ാം തീയതി, അതായത് അടുത്ത വെള്ളിയാഴ്ച റോസ് അവന്യൂ കോടതി പരിഗണിക്കുമ്പോൾ ED ഓഫീസ് ഉപരോധിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ED ഓഫീസുകളെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കുക അല്ലെങ്കിൽ ഈ ഓഫീസുകൾക്ക് നേരെ പ്രതിഷേധം തീർക്കുക എന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകാൻ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ തയ്യാറാകുന്നില്ല. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വലിയ കോടതികൾ അല്ലെങ്കിൽ മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരു തീരുമാനവും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ തന്നെയും വീണ്ടും വലിയ ആരോപണങ്ങളിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് മേൽക്കോടതിയിലേക്ക് പോകുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ് നേരിടുന്നുണ്ടല്ലോ. ഈ മേൽക്കോടതികളിലേക്ക് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയമാണോ അവരെ നയിക്കുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്നൊക്കെ പറയുമ്പോഴും നിയമപരമായ കുറേ അവ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ലേ? ആദായ നികുതി അടയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റൊരു കമ്പനിക്ക് പണം വായ്പ കൊടുക്കാൻ കഴിയുമോ? ഇവിടെ AJLന് കോൺഗ്രസ് 90 കോടി രൂപ വായ്പ നൽകിയിരുന്നില്ലേ? അത് പിന്നീട് ഇക്വിറ്റിയായി ലയിപ്പിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അത് ഒന്നാമത്തെ പ്രശ്നം. മറ്റൊന്ന്, ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രധാന ഓഹരി ഉടമകളായ യങ് ഇന്ത്യ എന്ന കമ്പനി ഈ നാഷണൽ ഹെറാൾഡിൻ്റെ ഓഹരികൾ വാങ്ങുന്നു.
പക്ഷേ അത് ഓഹരി ഉടമകളെ അറിയിക്കാതെയാണ്. അത് നേരത്തെ മാർക്കണ്ഡേയ കഞ്ജു അടക്കമുള്ള മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഓഹരി ഉടമകളടക്കം വ്യക്തമാക്കിയതാണ്. ഞങ്ങളോട് പറയാതെയാണ് ഈ ഓഹരികൾ യങ് ഇന്ത്യ എന്ന കമ്പനി ഏറ്റെടുത്തത്. അത്തരത്തിലുള്ള ഒരുപാട് നിയമപ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങളാണോ മേൽക്കോടതികളിലേക്ക് പോകാൻ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമക്കുരുക്കുകൾ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെയും നേരിടേണ്ടി വരും. പ്രത്യേകിച്ചും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകേണ്ടി വരും എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ അത്തരത്തിലൊരു പേടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലൊരു നീക്കമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ മേൽക്കോടതി ഹൈക്കോടതിയോ ഇത്തരത്തിൽ സമീപിക്കാൻ ഉള്ളൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലാത്തത്. പ്രത്യേകിച്ചും നേരത്തെ 2000 കോടിയുമായി 2000 കോടിയാണ് ഇത്തരത്തിൽ അനധികൃതമായി പിടിച്ചുവെച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയത് എന്നായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷമാണ് ഇപ്പോൾ 5000 കോടി രൂപയുടെ വിലമതിക്കുന്ന വസ്തുവകകളാണ് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യുകയും അതോടൊപ്പം വ്യാജ ബില്ലുകൾ ചമച്ചുകൊണ്ട് കൈക്കലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ EDയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം നിരവധി ക്രമക്കേടുകളും പ്രത്യേകിച്ചും ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള വരുമാനത്തിലടക്കം ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയായിരിക്കും പ്രധാനമായും മേൽക്കോടതികളെ ഇത്തരത്തിൽ സമീപിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇതിലൊക്കെ തന്നെയും തീരുമാനമാകും. 21, 22 തീയതികളിൽ രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശനം നടത്തുന്നുണ്ട്. ഇതിനുശേഷം നിയമ നടപടികളുമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങളൊക്കെ തന്നെയും സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നിയമവിദഗ്ധരുമായി നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിയമവിദഗ്ധരുമായി കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയിരുന്നു. അതിലെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇത്തരത്തിൽ മേൽക്കോടതികളെ സമീപിക്കേണ്ട എന്നുള്ള നീക്കത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണം. എന്തായാലും രാഹുൽ ഗാന്ധി ദില്ലിയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള പ്രധാന വഴി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ED ഓഫീസുകളൊക്കെ തന്നെയും പ്രതിരോധിക്കുക. രാഷ്ട്രീയ പ്രേരിതമായാണ് അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങൾ കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം UPA ഭരണകാലത്ത് P. ചിദംബരം ഒക്കെ ധനമന്ത്രിയായിരിക്കുന്ന ഒക്കെ സമയത്താണ് ഇതിൽ പല ഇടപാടുകളും നടന്നിരിക്കുന്നത്. അതെല്ലാം വഴിവിട്ട നീക്കങ്ങളായിരുന്നു എന്ന ആക്ഷേപങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നിയമ നടപടികളിലേക്ക് പോകാത്തതെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ EDക്ക് മുൻപിൽ രാഷ്ട്രീയ പ്രേരിത സമരമാണ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതേ കോൺഗ്രസ് ആണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾക്ക് പരാതി കൊടുത്തത്. ഇതേ കോൺഗ്രസ് ആണ് വാളയാർ റിപ്പോർട്ടും കേരള സർക്കാരിന് നേരെ ഇതേ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത്. ഇതേ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ വന്നുകൊണ്ട് എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നതും. പക്ഷേ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഇതേ അന്വേഷണ ഏജൻസികൾ വന്നപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച ഒന്നാമത്തെ പേരുകാരിൽ പ്രധാനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്നു പിണറായി വിജയനായിരുന്നു. പക്ഷേ ആ രാഷ്ട്രീയ മര്യാദ ഒരിക്കലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടായിട്ടില്ല എന്നതും വസ്തുതയാണ്. ആ സമീപനവും അവരെ ഇപ്പോൾ തിരിഞ്ഞു കൊത്തുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. അതായത് സ്വന്തം നേർക്ക് വരുമ്പോൾ മാത്രം രാഷ്ട്രീയ പ്രേരിതമാവുകയും സ്വന്തം മുന്നണിയിൽപ്പെട്ട ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട മറ്റു പാർട്ടികൾക്കെതിരെ വരുമ്പോൾ പോലും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത്.